രാജ്യത്തിൻ്റെ അഖണ്ഡതയും ദേശീയതയും ശക്തമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്തിലെ തീവ്ര വലതുപക്ഷ നേതാവായ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി കുടിയേറ്റക്കാർക്കെതിരെ രംഗത്ത് വന്നത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു തിരിച്ചറിവിന് കാരണമായിരിക്കുകയാണ്. അഭയം നൽകുന്ന രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്കും അഖണ്ഡതയ്ക്കും തുരങ്കം വെച്ചുകൊണ്ട് കടുത്ത ആഭ്യന്തര പ്രതിസന്ധികളും കലാപങ്ങളും ഉണ്ടാക്കുന്ന തീവ്ര ചിന്താഗതിക്കാരായ കുടിയേറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുവാനുള്ള നീക്കത്തിൽ യൂറോപ്പിൽ മെലോണിയെയും ഒരുപറ്റം യാഥാസ്ഥിതികരെയും പിന്തുണച്ച് തീവ്ര വലതുപക്ഷ കാറ്റ് ഇപ്പോൾ ആഞ്ഞു വീശുകയാണ്. അഭയാർത്ഥികളെ നീക്കം ചെയ്യാൻ കൂടുതൽ അധികാരം വേണമെന്ന് യൂറോപ്യൻ യൂണിയനിൽ ആവശ്യപ്പെട്ടത് കൂടാതെ ക്രൈസ്തവ ആധ്യാത്മികതയും രാജ്യത്തിൻ്റെ സുസ്ഥിരതയും കെട്ടുറപ്പും ലക്ഷ്യമാക്കി രാജ്യത്തെ നിലനിർത്താൻ കുടിയേറ്റക്കാരല്ല, മറിച്ച് ഇറ്റാലിയൻ പൗരന്മാർ രാജ്യത്ത് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണമെന്ന് മെലോണി പ്രസ്താവിച്ചിരിക്കുകയാണ്. Facendo entrare gli immigrati, come dice la sinistra, io voglio che i figli li facciano le nostre famiglie, voglio che non siano un bene di lusso, voglio che le donne non debbano scegliere tra essere madri e avere un posto di lavoro, voglio che non vengano discriminate nei salari, voglio asili nido gratuiti, voglio una nazione che dica quando metti al mondo un figlio mi stai facendo una cortesia. Non solo non te lo farò pagare, ma ti ringrazierò per questo. ദൈവം, കുടുംബം, പിതൃഭൂമി എന്നിവ മുറുകെ പിടിക്കുക എന്ന ആപ്തവാക്യം ഉയർത്തിയാണ് മെലോണി കഴിഞ്ഞ വർഷം അധികാരത്തിൽ വന്നത്. ജീവിത ചെലവ് കുറയ്ക്കുന്നതിന് നികുതി ഇളവ് ഉൾപ്പെടെ കുടുംബങ്ങളിൽ കൂടുതൽ കുട്ടികളുണ്ടാകാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ട നിരവധി നടപടികളാണ് മെലോണി ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗുണഫലം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇറ്റലിക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇറ്റലിയും ഹംഗറിയും പോളണ്ടുമൊക്കെ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും സ്വീകരിച്ചാൽ ഇന്ന് യൂറോപ്പ് നേരിട്ട് കൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഈ അധിനിവേശ തന്ത്രങ്ങളെ തകർത്ത് കളയുവാൻ സാധിക്കും.